ടെക് ലോകത്തു നിന്നുള്ള വാർത്തകൾ. US ചിപ്പുകൾക്കെതിരെ ചൈന കർശന പരിശോധന. ലക്ഷ്യമിടുന്നത് NVDA എന്ന് റിപ്പോർട്ട്. പ്രധാന ചൈനീസ് തുറമുഖങ്ങളിൽ ചിപ്പ് ഇറക്കുമതി നിരീക്ഷിക്കാൻ ചൈന ഒരുങ്ങുകയാണെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. NVDAയുടെ AI പ്രോസസ്സറുകളുടെ ഉപയോഗം നിരുത്സാഹപ്പെടുത്താനുള്ള നീക്കമാണ് പരിശോധനയ്ക്ക് പിന്നിലെന്നും വിലയിരുത്തലുണ്ട്. അടുത്തിടെയായി ചൈനീസ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ രാജ്യവ്യാപകമായി സെമി കണ്ടക്ടറുകളുമായി ബന്ധപ്പെട്ട് കർശനമായ പരിശോധനകൾ നടത്തുന്നുണ്ടെന്ന് ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. NVIDIA ചൈനയ്ക്കു വേണ്ടി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത H20 RDX Pro 6000 DAI എന്നീ ചിപ്സെറ്റുകൾ പ്രാദേശിക കമ്പനികൾ ഓർഡർ ചെയ്യുന്നില്ലെന്ന് ഉറപ്പാക്കുകയായിരുന്നു ഈ പരിശോധനകളുടെ ലക്ഷ്യം. ഈ ചിപ്പുകൾ US കയറ്റുമതി നിയന്ത്രണങ്ങൾ പാലിക്കുന്നതിനും ചൈനയിലെ വിപണി വിഹിതം നിലനിർത്തുന്നതിനും വേണ്ടി NVIDIA രൂപകൽപ്പന ചെയ്തതാണ്. അമേരിക്കൻ സാങ്കേതികവിദ്യയിൽ നിന്ന് 3 മാസത്തിനിടെ NVIDIA AI ചിപ്പുകൾ വൻതോതിൽ ചൈനയിൽ കള്ളക്കടത്തായി എത്തിയെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് ഈ നീക്കം. മുൻപ് കൃത്യമായ തീരുവ അടച്ചാൽ ചിപ്പ് ഇറക്കുമതി ചൈനീസ് കസ്റ്റംസ് അനുവദിച്ചിരുന്നു. ഈ നിലപാടിലാണ് മാറ്റം വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. SUVകൾക്കിടയിൽ മത്സരം ഘടിപ്പിക്കാൻ നിസാന്റെ ബേബി പെട്രോൾ ടെക്ടൺ വരുന്നു. ടെക്ടൺ അടുത്ത വർഷം വിപണിയിലെത്തും. നിസാൻ ഇന്ത്യ പുതിയ C സെഗ്മെന്റ് SUVയായ ടെക്സ്റ്റണിന്റെ പുതിയ ചിത്രം പുറത്തിറക്കി. ഹ്യൂണ്ടായി ക്രെറ്റയുമായി മത്സരിക്കാൻ ലക്ഷ്യമിട്ട് അടുത്ത ജൂണിനുള്ളിൽ പുതിയ കാർ വിപണിയിൽ അവതരിപ്പിക്കും. കാറിന്റെ ഡിസൈൻ സംബന്ധിച്ച് ഏകദേശ രൂപം നൽകുന്നതാണ് പുതിയ ചിത്രം. ക്രാഫ്റ്റ്മാൻ, ആർക്കിടെക്ട് എന്നിങ്ങനെ അർത്ഥം വരുന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് പേരിന്റെ ഉത്ഭവം. പുതിയ CMF-B പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിയാണ് ടെക്ടണിന്റെ രൂപകൽപ്പന. ആകൃതിയിലടക്കം നിരവധി കാര്യങ്ങൾ റെനോ ഡസ്റ്ററുമായി സാമ്യമുണ്ട്. LED DRLകൾ, വിശാലമായ ഗ്രിൽ, പ്രത്യേകതയുള്ള ബോണറ്റ്, ചതുരാകൃതിയിലുള്ള വീൽ ആർച്ചുകൾ, പിൻവാതിൽ മൗണ്ടഡ് ഗ്രാബ് ഹാൻഡിൽ എന്നിവ ഡിസൈൻ ഹൈലൈറ്റുകളിൽ ഉൾപ്പെടുന്നു. അതേസമയം പിൻഭാഗത്ത് ഒരു എക്സ്റ്റൻഡഡ് റൂഫ് സ്പോയിലർ, ഇൻവെർട്ടഡ് C ആകൃതിയിലുള്ള കണക്റ്റഡ് ടെയിൽ ലാമ്പുകൾ, ചുറ്റും കട്ടിയുള്ള ബോഡി ക്ലാഡിംഗ് എന്നിവയുണ്ട്. ഇടത്തരം SUV വിഭാഗത്തിൽ റെനോ ഡസ്റ്റർ, ഹ്യൂണ്ടായി ക്രെറ്റ, കിയ സെൽറ്റോസ്, ഹോണ്ട എലിവേറ്റ് തുടങ്ങിയവയുമായി നിസാൻ ടെക്സ്റ്റൺ മത്സരിക്കാനാണ് സാധ്യത. ചെന്നൈയിലെ റെനോ നിസാൻ അലയൻസ് പ്ലാന്റിൽ നിന്നായിരിക്കും ടെക്സ്റ്റൺ പുറത്തിറങ്ങുക. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. നിർമ്മിത ബുദ്ധി രംഗത്ത് വൻ നിക്ഷേപത്തിനൊരുങ്ങി ടാറ്റ ഗ്രൂപ്പ് കമ്പനിയായ TCS. 5 വർഷത്തിനുള്ളിൽ രാജ്യത്ത് വമ്പൻ ഡാറ്റാ സെന്റർ ആരംഭിക്കാനും TCSന് പദ്ധതി. ലോകോത്തര നിലവാരത്തിൽ നിർമ്മിത ബുദ്ധിക്കായി പശ്ചാത്തല സൗകര്യമൊരുക്കാൻ പുതിയ കമ്പനിക്ക് രൂപം നൽകാനാണ് തീരുമാനം. അടുത്ത 5 വർഷം കൊണ്ട് 1 ഗിഗാവാട്ട് ശേഷിയിൽ ഡാറ്റാ സെന്റർ ഉൾപ്പെടെയാണ് ലക്ഷ്യമിടുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ AI അധിഷ്ഠിത ടെക്നോളജി കമ്പനിയാകാനുള്ള പാതയിലാണ് TCS എന്ന് CEO K കൃതിവാസൻ പറഞ്ഞു. തൊഴിൽ മികവിലും പശ്ചാത്തല സൗകര്യത്തിലും പങ്കാളിത്തത്തിലും ഉപഭോക്തൃമൂല്യത്തിലും കാതലായ മാറ്റം വരുത്തിക്കൊണ്ടാകും ഇതിനുള്ള യാത്ര. അമേരിക്കയിലെ ഫുൾ സ്റ്റാക്ക് സെയിൽസ് ഫോഴ്സ് പങ്കാളിയായ ലിസ്റ്റ് എൻഗേജിനെ TCS ഏറ്റെടുത്തിട്ടുണ്ട്. 640 കോടി രൂപയുടേതാണ് ഇടപാട്. ഇത് കമ്പനിയുടെ ഏജന്റിക് AI ശേഷി വർദ്ധിപ്പിക്കുന്നതാണ്. നിർമ്മിത ബുദ്ധി, ക്ലൗഡ് സേവനങ്ങൾ, സൈബർ സുരക്ഷ, ഡിജിറ്റൽ എഞ്ചിനീയറിംഗ് തുടങ്ങിയ മേഖലകളിൽ അതിവേഗ വളർച്ചയാണ് ഏറ്റെടുക്കലിലൂടെ കമ്പനി ലക്ഷ്യമിടുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.